നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. വഡോദരയിലെ പുതിയ സ്റ്റേഡിയത്തിൽ ജനം ഒഴുകിയെത്തിയപ്പോൾ വല്ലാത്തൊരു അറ്റ്മോസ്ഫിയറിലാണ് ഇന്നത്തെ കളി നടന്നത്. സ്റ്റേഡിയത്തിന് ചുറ്റുവട്ടത്തൊരു 10 കിലോമീറ്റർ ദൂരത്തിൽ വലിയ ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ജനത്തിരക്ക് കാരണം എന്ന് ഹർഷ ഭോഗലെ ട്വീറ്റ് ചെയ്ത് നമ്മൾ കണ്ടു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യം, ഏകദിനം ആളുകൾ ഇപ്പോഴും ആവേശത്തോടു കൂടി നെഞ്ചിലേറ്റുന്നു എന്നതാണ് കാണുന്നത്. സന്തോഷകരം തന്നെ. ഏതായാലും മത്സരത്തിൽ ടോസ് ലഭിച്ച ഇന്ത്യ ഫീൽഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലാൻഡ് നിശ്ചിത 50 ഓവറുകളിൽ 8 വിക്കറ്റിന് 300 റൺസാണ് അടിച്ചിരിക്കുന്നത്. അതിന് അവർ കടപ്പെട്ടിരിക്കുന്ന ഡാരിൽ മിച്ചലിൻ്റെ കിഡിലൻ ഇന്നിങ്സിനോടാണ്. ഒപ്പം തന്നെ ഡെവൻ കോൺവോയും ഹെൻറി നിക്കോൾസും ചേർന്നുള്ള കിഡിലൻ തുടക്കവും അവർക്ക് തുണയായി. അവസാനത്തിൽ ക്രിസ്ത്യൻ ക്ലർക്കിൻ്റെ 3 ഫോറുകളുടെ സഹായത്തോടു കൂടിയുള്ള ഒരു കമിയോ കൂടി വന്നപ്പോഴാണ് അവർ കൃത്യം 300 പന്തുകളിൽ 300 അടിച്ചിരിക്കുന്നത്. റണ്ണേ ബോൾ കളിച്ചാൽ ഇന്ത്യക്ക് വിജയിക്കാവുന്നതേ ഉള്ളൂ. റോക്കോ കളിക്കളത്തിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ മത്സരം നമുക്ക് വിജയിക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളത്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്യുമ്പോൾ ഡെവൻ കോൺവോയും ഹെൻറി നിക്കോൾസും ചേർന്നുകൊണ്ട് 117 റൺസിൻ്റെ ഒരു കിടിലൻ തുടക്കമാണ് ന്യൂസിലാൻഡിന് ഇട്ടത്. അതായത് ആദ്യ വിക്കറ്റിൽ 117 റൺസാണ് അവർ നേടിയിരുന്നത്. 22ാമത്തെ ഓവറിലാണ് ഹെൻറി നിക്കോൾസും മടങ്ങുന്നത്. അപ്പോഴേക്കും അദ്ദേഹം 69 പന്തിൽ 8 ഫോറുകളുടെ സഹായത്തോടെ 62 റൺസ് അടിച്ചിരുന്നു. ഹർഷിത് റാണയുടെ പന്തിൽ കെ എൽ രാഹുലിൻ്റെ കിടിലൻ ഒരു ക്യാച്ചിലാണ് ഹെൻറി നിക്കോൾസും മടങ്ങുന്നത്. ഡെവൻ കോൺവോയി ആവട്ടെ 67 പന്തിൽ 56 റൺസാണ് അടിച്ചത്. ഹർഷിത് റാണയുടെ പന്തിൽ അദ്ദേഹം ഇൻസൈഡ് എഡ്ജ് കൊണ്ട് സ്റ്റംപ് ഇളകുകയായിരുന്നു. പ്ലേ ഡൗൺ ആയിട്ട് അദ്ദേഹം മടങ്ങി. വില്യങ് മുഹമ്മദ് സിറാജിൻ്റെ പന്തിൽ രാഹുൽ പിടിച്ച് മടങ്ങി. 16 പന്തിൽ നിന്ന് 12 റൺസായിരുന്നു. ഡാരിൽ മിച്ചലാണ് പിന്നെ അവരുടെ ഇന്നിങ്സിനെ തോളിലേറ്റി മുന്നോട്ട് കൊണ്ടുപോയത്. അതിനിടയ്ക്ക് ഗ്ലെൻ ഫിലിപ്സ് 12 റൺസ്, മിച്ചൽ ഹേയ് 18 റൺസ്, മൈക്കിൾ ബ്രേസ്വെല്ല് 16 റൺസൊക്കെയാണ് എടുത്തത്. റണ്ണൗട്ട് ആവുകയായിരുന്നു മൈക്കിൾ ബ്രേസ്വെല്ല്. 18 പന്തിൽ നിന്ന് 16 റൺസാണ് അദ്ദേഹത്തിൻ്റെ സംഭാവന. ഡാരിൽ മിച്ചൽ സെഞ്ചുറിയിലേക്കാണ് കുതിക്കുന്നത് എന്ന് തോന്നിയെങ്കിലും അദ്ദേഹം പ്രസിദ്ധ കൃഷ്ണയുടെ പന്തിൽ LBW ആയിട്ട് മടങ്ങുകയായിരുന്നു. 71 പന്തിൽ നിന്ന് 5 ഫോറും 3 സിക്സറും അടക്കം 84 റൺസിൻ്റെ മികച്ചൊരു ഇന്നിങ്സാണ് അദ്ദേഹം കളിച്ചത്. പിന്നെ സാക് ഫോക്സ് 1 റൺസുമായിട്ട് മടങ്ങി. എന്നാൽ ക്രിസ്ത്യൻ ക്ലർക്കും കെ എൽ ജാമീസണും ചേർന്നുകൊണ്ട് അവരുടെ സ്കോർ 300ലേക്ക് എത്തുകയായിരുന്നു. ജാമീസൺ 8 പന്തിൽ നിന്ന് 8 റൺസ് അടിച്ചപ്പോൾ ക്രിസ്ത്യൻ ക്ലർക്ക് 17 പന്തിൽ നിന്ന് 3 ഫോറുകളുടെ സഹായത്തോടെ 24 റൺസുമായിട്ട് പുറത്താകുന്നു. ഇന്ത്യക്ക് വേണ്ടി സിറാജ് 8 ഓവറുകളിൽ 40 റൺസിന് 2 വിക്കറ്റ് എടുത്തപ്പോൾ ഹർഷിത് റാണ 10 ഓവറിൽ 65 റൺസിന് 2 വിക്കറ്റ് എടുത്തു. പ്രസിദ്ധ കൃഷ്ണ 9 ഓവറിൽ 60 റൺസിന് 2 വിക്കറ്റ് എടുത്തു. ഒരു വിക്കറ്റ് കുൽദീപ് യാദവിൻ്റെ വകയായിരുന്നു. 9 ഓവറിൽ 52 റൺസിന് അദ്ദേഹം ഒരു വിക്കറ്റും എടുത്തു. എന്തായാലും 301 റൺസാണ് നമ്മുടെ വിജയലക്ഷ്യം. അത് നമുക്ക് മികച്ച ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ട്. പിന്നെ രാത്രിയിലെ ബാറ്റിംഗ് ആണ്. ഡ്യൂ കൂടിയൊക്കെ വരുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ മറികടക്കാൻ പറ്റും എന്ന് തന്നെ വേണം കരുതാൻ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.